അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമളാനിൻ്റെ 2 പത്തുകൾ പിന്നിടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഈ ദിവസങ്ങളിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, നോമ്പും ദാനധർമ്മങ്ങളും നമസ്കാരവും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ അറിയുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം പറഞ്ഞു വരുന്നത് മയ്യിത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്ക് മനസ്സിലായിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ച മയ്യിത്തിനെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ, ഏറ്റവും മാന്യമായ രൂപത്തിലും അവൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം, അവൻ്റെ ഭവനം, വീട് ഖബറിടമാണ് എന്നതുകൊണ്ട് അവിടേക്ക് കൊണ്ടു ചെന്നെത്തിക്കുക എന്ന് പറയുന്നത് മാന്യമായ രൂപത്തിൽ തന്നെയാകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനെ കഫൻ ചെയ്ത് അവൻ്റെ ഖബറിടത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി കൊണ്ടു ചെന്നെത്തിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം. അത് ഒരു വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹത്തോട് നമ്മൾ കാണിക്കേണ്ടുന്ന ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമസ്കാരം, മയ്യിത്ത് നമസ്കാരവും അതേപോലെ തന്നെ ഖബറടക്കലും പാടില്ലാത്ത 3 സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 3 സന്ദർഭങ്ങളിൽ നിർബന്ധിതാവസ്ഥയിൽ അതേപോലെ തന്നെ എന്തെങ്കിലും വളരെ ഗൗരവമുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലല്ലാതെ ഒരിക്കലും ആ സന്ദർഭത്തിൽ ഖബറടക്കാൻ പാടില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, 3 സഅഅത്തിൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാന അൻ നുസല്ലിയ ഫീഹിന്ന. ഞങ്ങൾ 3 സന്ദർഭങ്ങളിൽ നമസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വ അൻ നഖ്ബറ ഫീഹിന്ന മൗതാന, ആ സമയത്ത് മരണപ്പെട്ടവരെ ഖബറടക്കുന്നതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസ്. അതിൽ പറഞ്ഞ സമയങ്ങൾ, 1 ഹീന തത്ലുഉ ശംസു ബാസിഗതൻ ഹത്താ തർതഫിഅ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയം മുതൽ സൂര്യൻ ഏതാണ്ട് ഉദിച്ചു ഉയർന്ന് നമ്മളൊരു ളുഹാ നമസ്കാരം നമസ്കരിക്കാൻ പറ്റിയ ആ സമയമാകുന്നത് വരെ നമ്മളൊക്കെ പള്ളിയിൽ തന്നെ ഇരുന്ന് ദിക്റുകളും ദുആയുമൊക്കെയായിട്ട് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സുബ്ഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരു 1.5-1.25 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് വലിയ പുണ്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ആ സമയമാകുന്നത് വരെ ഒരു മയ്യിത്ത് നമസ്കാരമോ മയ്യിത്ത് ഖബറടക്കലോ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സൂര്യൻ ആകാശമധ്യത്തിൽ നിൽക്കുന്ന സമയത്ത്, അഥവാ നിഴൽ ചലിക്കാത്ത ളുഹർ നമസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള ഒരു 15 മിനിറ്റ് സമയം, ആ സമയത്ത് മയ്യിത്ത് നമസ്കാരമോ അതേപോലെ തന്നെ മയ്യിത്ത് ഖബറടക്കലോ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത്, സൂര്യൻ്റെ കളറൊക്കെ മാറി മഞ്ഞയും ചുവപ്പുമൊക്കെയായി മാറുന്ന ആ ഒരു സമയം മുതൽ സൂര്യൻ പരിപൂർണമായി അസ്തമിക്കുന്നത് വരെയുള്ള സമയത്ത് ഖബറടക്കാനോ മയ്യിത്ത് നമസ്കരിക്കാനോ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് മയ്യിത്ത് നമസ്കാരത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ 3 സമയങ്ങളല്ലാത്ത സമയങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി മയ്യിത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നോ അതല്ലെങ്കിൽ വല്ല
പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നോ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ചെയ്യാം എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. സാധാരണ നിലക്ക് ഈ സമയം നമ്മൾ നമസ്കാരത്തിനോ കബറടക്കാനോ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിക്കുന്ന സ്ഥലം, നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളാണ്. പക്ഷേ നമസ്കരിക്കാൻ മയ്യത്ത് നമസ്കാരത്തിനുള്ള പ്രത്യേകമായ സ്ഥലം ഉണ്ടാകുന്നത് നല്ലതാണ്. അത്തരം സ്ഥലങ്ങളിൽ വെച്ചിട്ട് പൊതുസ്ഥലങ്ങളിൽ വെച്ച് നമസ്കരിക്കുന്നതാണ്, ഗ്രൗണ്ടുകളിലും അതേപോലെ തന്നെ മറ്റ് ഒഴിഞ്ഞ സ്ഥലങ്ങളിലും വെച്ച് മയ്യത്ത് നമസ്കരിക്കുന്നതാണ് കൂടുതൽ പുണ്യമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ അങ്ങനെയായിരുന്നു മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്കതിനുള്ള സൗകര്യങ്ങളില്ല എങ്കിൽ നമുക്ക് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് നമസ്കരിച്ച ഒരു സംഭവം കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്താണല്ലോ അദ്ദേഹത്തിന് കുത്തേറ്റത്. ആ സമയത്ത് അദ്ദേഹം കുത്തേറ്റതിന് ശേഷം സ്വഹാബത്ത് അദ്ദേഹത്തിൻ്റെ വരികയും പരിചരിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വസിയ്യത്തുകളൊക്കെ അദ്ദേഹം അവിടെ വെച്ച് നിർവഹിച്ചതിന് ശേഷം മരണപ്പെടുകയും അദ്ദേഹത്തെ പള്ളിയിൽ വെച്ച് തന്നെ നമസ്കരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരം പള്ളിയിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പള്ളിയിൽ വെച്ച് ആകാവുന്നതാണ്. എത്രത്തോളം സ്വഹാബികളിൽ ചിലർക്ക് പള്ളിയിൽ വെച്ച് ആകാൻ പറ്റുമോ ഇല്ലേ എന്ന സംശയം വരെ ഉണ്ടായിരുന്നു എന്നാണ് ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ പള്ളിയുടെ അടുത്തുകൂടി കൊണ്ടുവരണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ മറ്റ് ചില സ്വഹാബിമാരുമൊക്കെ സ്വഹാബി വനിതകളും നബിയുടെ ഭാര്യമാർ ആവശ്യപ്പെട്ടു. കാരണം അവർ പള്ളിയുടെ സൈഡിലാണല്ലോ താമസിക്കുന്നത്. മസ്ജിദ് നബവിയുടെ ഒരു ഭാഗത്താണ് അവരുടെ മുഴുവൻ കുടിലുകളുള്ളത്. അതിലൂടെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ മയ്യത്ത് പള്ളിയിൽ കയറ്റി നമസ്കരിക്കുകയും ചെയ്തു. നബിയുടെ ഭാര്യമാർ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നമസ്കരിച്ചു. അത് ചില ആളുകൾക്ക് ഒരു പ്രയാസമായി തോന്നി, എന്താ പള്ളിയിലേക്ക് മയ്യത്ത് കയറ്റുന്നത് എന്ന്. ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്താ ഇത്രയധികം ആളുകൾ എന്താ ഇത്രയധികം ആളുകൾ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത് എന്നാണ് അവരുടെ ചോദ്യം. പെട്ടെന്ന് ആളുകൾ ഇത്ര വേഗത്തിൽ ആളുകൾ കാര്യങ്ങൾ മറന്നു പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ എളാമയായ ബൈളാ എന്ന് പറയുന്ന പ്രവാചകൻ്റെ എളാമ അവരുടെ മകന് വേണ്ടി നമസ്കരിച്ചത് പള്ളിയിൽ വെച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എന്താ പിന്നെ ഒരു അഭിപ്രായം വരാൻ കാരണം എന്ന് ചോദിച്ച സംഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മയ്യത്ത് നമസ്കാരം സ്ത്രീകൾക്കുമുണ്ട് എന്നതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് മയ്യത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുരുഷന്മാരാണ് ജനാസയെ അനുഗമിക്കേണ്ടത്, അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ജനാസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പെണ്ണുങ്ങൾക്കില്ല എന്ന ഒരു ധാരണയാണ്. ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കളും അതേപോലെ തന്നെ ഏറ്റവും അടുത്ത അയൽവാസികളൊക്കെ ഒക്കെയാണ് എങ്കിൽ ഒന്ന് പോയി കണ്ട് സന്ദർശിച്ച് പോരുക എന്നതിനപ്പുറത്ത് മറ്റൊരു ബാധ്യതയും തങ്ങൾക്കില്ല എന്ന ഒരു ധാരണയാണ് പൊതുവിൽ ആളുകൾക്കുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നമസ്കാരം എന്ന് പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ ഇസ്ലാം ഒരു സുന്നത്ത്, ഒരു സമൂഹത്തിൻ്റെ മേൽ നിർബന്ധം, അതൊരു പെണ്ണ് ചെയ്താലും ആ നിർബന്ധം വീടി, ഒരാണ് ചെയ്താലും ആ നിർബന്ധം വീടി, ഓരോരുത്തർക്കും ഒരു സാമൂഹിക ബാധ്യതയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഓരോരുത്തർക്കും അതിൽ പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് പള്ളിയുടെ അടുത്തുകൂടി കൊണ്ടുവരണമെന്നും ഞങ്ങൾക്ക് നമസ്കരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് നമസ്കരിക്കാം. ഇനി അവർ നമസ്കരിക്കുന്ന സമയം എപ്പോഴാണ്? ചില ആളുകളൊക്കെ പറയും ആണുങ്ങൾ നിസ്കരിക്കുന്നതിന് മുന്നേ പെണ്ണുങ്ങൾ എങ്ങനെ നിസ്കരിക്കുക എന്ന്. ആണുങ്ങൾ ആദ്യം നിസ്കരിക്കണം, പെണ്ണുങ്ങൾ ശേഷമേ നിസ്കരിക്കാവൂ എന്നൊന്നും ഒരു അഭിപ്രായം മുസ്ലിം ലോകത്തില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ കൗലുകൾ ഉണ്ടാക്കേണ്ടതില്ല. ഓരോരുത്തർക്കും സൗകര്യപ്പെടുന്ന സമയത്ത് നമസ്കരിക്കുക എന്നതാണ്. ഇപ്പോൾ പുരുഷന്മാരെ പോലെ
ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ നമസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നമസ്കരിക്കുക, ആ ജനാസയുടെ കൂടെ പോകൽ സ്ത്രീകൾക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാർ നമസ്കരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മുമ്പോ അല്ലെങ്കിൽ പുരുഷന്മാർ നമസ്കരിക്കുന്നതിൻ്റെ കൂടെ, ഇപ്പോൾ പള്ളിയിൽ അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ, പുരുഷന്മാരുടെ കൂടെ നമസ്കരിക്കാൻ സൗകര്യമുണ്ട് എങ്കിൽ അങ്ങനെയുമാകാം. മറ്റ് ജമാഅത്തുകളെയും ജുമഅയെയും പോലെ തന്നെ സ്ത്രീകൾക്കും അവിടെ തന്നെ നിന്ന് നമസ്കരിക്കാം. അതേപോലെ തന്നെ പുരുഷന്മാർ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമസ്കരിക്കാൻ സൗകര്യം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ഏത് രൂപത്തിലുമാകാം എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മയ്യത്ത് ഖബറടക്കിയിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഖബറടക്കിയതായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല ആ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ടാവുക, യുദ്ധത്തിലോ മറ്റ് സാഹചര്യങ്ങളിലോ ഒക്കെ മരണപ്പെട്ടതായിരിക്കാം. അങ്ങനെയുള്ള മയ്യത്തിന് വേണ്ടി നമുക്ക് ഖബർസ്ഥാനിൽ വെച്ച് തന്നെ നമസ്കരിക്കാവുന്നതാണ്. ഖബറടക്കിയതിന് ശേഷം അങ്ങനെ നമസ്കരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഖബർ അടക്കുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ഖബറുകൾക്ക് ഇടയിൽ നിന്ന് നമസ്കരിക്കാൻ പാടില്ല. ഖബറൊന്നും ഇല്ലാത്തൊരു ഭാഗം ഖബർസ്ഥാനിൽ തന്നെ ഉണ്ട് എങ്കിൽ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഖബറുകൾ ഉണ്ടായിരിക്കെ അവിടെ നിന്ന് നമസ്കരിക്കുന്നത് ശരിയല്ല. എന്നാൽ ഖബറടക്കിയ ഒരു മയ്യത്ത്, ആ മയ്യത്തിന് വേണ്ടി നമുക്ക് നമസ്കരിക്കണമെങ്കിൽ അത് ഖബറുകൾക്കിടയിൽ നിന്ന് തന്നെ പറ്റുള്ളൂ, ആ മയ്യത്തിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഖബറടക്കുന്നതിന് മുമ്പാണ് എങ്കിൽ നമുക്ക് ആ മയ്യത്തിന് ഒരല്പം മാറ്റി വെച്ചുകൊണ്ട് ഖബറുകൾ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് നമുക്ക് നമസ്കരിക്കാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു ഖബർ എന്തോ കാരണത്താൽ തുറന്നുപോയി. ആ മയ്യത്തിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിൽ വെച്ച് നമസ്കരിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മണ്ണിടിഞ്ഞു പോയതുകൊണ്ടോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ തുറന്നു പോകാമല്ലോ. ആ രൂപത്തിൽ തുറന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിച്ചതായിട്ട് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ നമസ്കരിച്ച് മറമാടിയ മയ്യത്തുകൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ച സംഭവങ്ങൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ രൂപത്തിൽ മയ്യത്ത് നമസ്കാരത്തിന് ഏറ്റവും യോജിച്ച സ്ഥലം എന്ന് പറയുന്നത് പള്ളിയല്ലാത്ത സ്ഥലമാണ്. ഇനി പള്ളിയിലുമാകാം. സ്ത്രീകൾക്കും മയ്യത്ത് നമസ്കാരം പുരുഷന്മാരുടെ അതേപോലെ തന്നെ ബാധ്യതയായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ലാത്ത സമയത്തൊരിക്കലും നമ്മൾ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ. ഇനിയും കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ